ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? കഴിഞ്ഞ രാത്രി തുടങ്ങിയ മഴയാണ്. ഈ പ്രഭാതത്തിലും അങ്ങോട്ട് നിന്നിട്ടില്ല. നേരം വെളുത്തപ്പം ആവർത്തിൽ ശക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും മഴയില്ലായിരുന്നു. ഈ ഓഗസ്റ്റ് മാസം വന്നപ്പം മഴ പെയ്യുമ്പം എല്ലാവർക്കും ചെറിയ ഭയമൊക്കെ ഉണ്ട്. കാരണം 2018 ഓഗസ്റ്റിൽ ശക്തമായ മഴ, അന്നാ വലിയ പ്രളയമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഈ ഓഗസ്റ്റ് മാസത്തിൽ മഴ വന്നതുകൊണ്ട് നമ്മൾ വളരെ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. മഴയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ജൂൺ ജൂലൈ മാസത്തിലൊക്കെ പെയ്യേണ്ട, കേരളത്തിൽ പെയ്യേണ്ട മഴയാണ് വടക്കേണ്ടിലേക്ക് അങ്ങോട്ട് ശക്തമായിട്ട് വരുന്നത്. അവിടെല്ലാം വളരെ വെള്ളപ്പൊക്കവും ദുരിതവും, ഒരുപാട് നാശനഷ്ടങ്ങളും, വീടുകളൊക്കെ നഷ്ടമാകുകയും മരണങ്ങളും ഒക്കെ സംഭവിച്ചു. ഓഗസ്റ്റ് മാസമായപ്പോഴത്തേനും നമുക്ക് നല്ല ശക്തമായ രീതിയിൽ മഴയായി. ഇനിയിപ്പോൾ ഇവിടേക്ക് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല. ഇടുക്കി ജില്ലയിലൊക്കെ ചിലയിടത്തൊക്കെ ഉരുൾപൊട്ടലുകൾ ഒക്കെ ഉണ്ടായിട്ട്, കട്ടപ്പന ഏലപ്പാറ റോഡിലും നേരിമംഗലത്തും ഒക്കെ. അതുകൊണ്ട് എല്ലായിടത്തും ഉള്ളവർ വളരെ ജാഗ്രതയോടെ ഇരിക്കുക. അപകടം എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റത്തില്ല. മഴയെ നമുക്ക് തടയാൻ പറ്റത്തില്ല. ഭൂഗർഭം ഭൂമിക്കടിയിലെ വെള്ളം എങ്ങനെയാണല്ലേ നിലവാരമെന്ന, എപ്പോഴാണ് പൊട്ടുന്നത്, എവിടെയാണ് പൊട്ടുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക. ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പലയിടത്തും വന്നുകൊണ്ടിരിക്കുക. ദുരന്തങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ ഗവൺമെൻറ്റൊന്നും കഴിയില്ല. കാരണം ഗവൺമെൻറ് പറ്റാവുന്നവർ ചെയ്യും. പ്രകൃതിക്കെതിരെ ഒരു ബില്ലും പാസ്സാക്കാൻ പറ്റത്തില്ല. അതൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളില്ല. എന്നാലും മനുഷ്യൻ്റെ നിഗളത്തിനും അഹങ്കാരത്തിനൊന്നും ഒരു കുറവുമില്ല. മനുഷ്യനാണ് എല്ലാം സൃഷ്ടിച്ചതും എല്ലാം ഉണ്ടാക്കിയതും എല്ലാത്തിൻ്റെയും ഉടയവനെന്നുള്ളതാണ് മനുഷ്യൻ്റെ ചിന്താഗതി. സത്യവേദ പുസ്തകം വായിക്കുമ്പോൾ യാക്കോബിൻ്റെ ലേഖനം എന്നൊരു ലേഖനമുണ്ട്. അതിനകത്ത് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുക. അപ്പം നിഗളികളുടെ എണ്ണം വർദ്ധിക്കുക, അവരാണ് ഇവിടെ പെരുകുന്നത്. താഴ്മയുള്ളവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. അവരെ ദൈവം കാക്കുകയും പരിപാലിക്കുകയും ചെയ്യും. അതിപ്പോൾ കേരളമായാലും ഭാരതമായാലും ലോകരാജ്യം എവിടെയായിരുന്നു. ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴ പെയ്യിപ്പിക്കുക. അപ്പം ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴ പെയ്യിപ്പിക്കുമ്പോഴും അതിൻ്റെ പ്രത്യാഘാതം എല്ലാവരും കൂടാണ് അനുഭവിക്കുന്നത്. ഞാനിതൊക്കെ പറയുമ്പം മനുഷ്യൻ്റെ അതിരങ്ങൾ പുറപ്പെടുന്ന വാക്കുകൾ എത്ര കഠിനമാണ്, ക്രൂരമാണല്ലേ. ഓരോ ദിവസവും മനുഷ്യൻ്റെ വായുന്ന വാക്കുകൾ കേൾക്കുമ്പോഴേ ദൈവം ഇതൊക്കെ കേട്ടിട്ട് അടങ്ങിയിരിക്കുമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ദൈവം അടങ്ങിയിരിക്കത്തില്ല, പക്ഷേ ദൈവം കരുണയുള്ളവനാണ്, മനസ്സിൽ കാണിക്കുന്നുണ്ട്. എങ്കിലും എല്ലാവരും വളരെ ജാഗ്രതയോടെ ഇരിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നതിന് പേര് എല്ലാവർക്കും പ്രഭാത വന്ദനം.